ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുർഗാവിലാണ്. അപ്പോൾ സറൗണ്ടിങ്സ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതാണോ ഗുർഗാവ് എന്ന് വെച്ചാൽ ഇതല്ല. ഇത് ലെപ്പർഡ് ട്രെയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗുർഗാവിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള. നമ്മളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പുറകിലുള്ള MG വിൻസർ EV ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ MGയുടെ ഏറ്റവും പുതിയ കാറാണ്, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത കാറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് കാറിൻ്റെ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം. കഴിഞ്ഞ വർഷം ആക്ച്വലി MG കോമറ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അന്ന് ചില സാങ്കേതിക പ്രോബ്ലംസ് കാരണം വീഡിയോ വരാൻ പറ്റിയില്ല. എന്നാൽ ഇത്തവണ നമ്മൾ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. ഞാനൊരു കാർ റിവ്യൂവർ അല്ല ബേസിക്കലി, എന്നാലും കാർ എന്തൂസിയാസ്റ്റ് ആണെന്ന് വേണ്ടി പറയും. കാരണം ഞാൻ മാർക്കറ്റ് എപ്പോഴും തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ MG വിൻസർ EV ഇത് ആക്ച്വലി ചൈനയിലുള്ള ഒരു കാറാണ്, വൂലിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ കാറാണ്. അതാണ് MG ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പ്യുവർ EV കാറാണ്, കംപ്ലീറ്റ്ലി ഹൈടെക്. MGയുടെ ഹെക്ടർ ഇറങ്ങിയപ്പോൾ നമ്മൾ കണക്റ്റഡ് കാർ ടെക്കും അങ്ങനത്തെ കുറേ ടെക്നോളജി റിലേറ്റഡ് ആസ്പെക്ട്സ്, പുതിയ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇതും അതേപോലത്തെ ഒരു എന്താ പറയുക ടെക് റിലേറ്റഡ് കാറാണ്. അതായത് ഒരുപാട് ടെക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത് മാത്രമല്ല ഒരു 360 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു പ്യുവർ EV ആണ്. അതിനൊപ്പം തന്നെ ഇതൊരു CUV ആണ്, അതായത് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. CUVൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ MG തന്നെ ഒരു SUV ആയിട്ട് കണക്കാക്കുന്നില്ല, എന്നാൽ ഹാച്ച് ബാക്ക് ആയിട്ടും കണക്കാക്കുന്നില്ല. അത് രണ്ടിനും നടുക്കായിട്ട് ഒരു ക്രോസ് ഓവറാണ്. ഒരു SUVൻ്റെ ഫീലൊക്കെ ഉണ്ട്, ലെങ്ത്തും ഉണ്ട്, അതേപോലെ നല്ല സൈസ് ടയേഴ്സും ഉണ്ട്. എന്നാൽ ഇതിനകത്ത് സ്പേഷ്യസ് ആണ് സീറ്റ്സ്. ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് MG ഇതിന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MG വിൻസർ EV. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഡിസൈനും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലും, അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാം. ഇൻറ്റീരിയേഴ്സാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം വളരെ സ്പേഷ്യസ് ആയ ഒരു കാറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എസ്പെഷ്യലി ബാക്ക് സീറ്റ് ഷൊഫർ ഡ്രിവൺ ആണെങ്കിൽ ഇത് വളരെ സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ പവറും കപ്പാസിറ്റിയും, ഇതിന് പ്രൈസിങ്ങും ഒരു പ്രത്യേകത ഉണ്ട്. ബാസ് എന്നാണ് ഇതിനെ പറയുന്നത്, ബാറ്ററി ആസ് എ സർവീസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബാറ്ററി ആക്ച്വലി ഇതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിലും ബാറ്ററിക്ക് പ്രൈസ് ഇട്ടിട്ടില്ല. ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് വില വരുന്നത്. അതെല്ലാം ഞാൻ വിശദമായി പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വാക്ക് അറൗണ്ട് നടത്താം. ഇതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒന്ന് പറയാം. അപ്പോൾ ഇത് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയാം. എഗെയിൻ സ്റ്റൈലിഷ് ലുക്കിംഗ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡ്യുവൽ ലെയറിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ലെയർ നമുക്ക് കാണാം. ഇവിടെ കംപ്ലീറ്റ്ലി ഫുൾ റണ്ണിങ് LED ലൈറ്റാണ് വരുന്നത്, DRLs ആണ് വരുന്നത്. ഇതിൻ്റെ DRLൻ്റെ മുകളിൽ നമുക്ക് ഇൻഡിക്കേറ്ററാണ് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുണ്ടല്ലേ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. അതും ടേൺ ചെയ്യാത്ത സമയത്ത് നമുക്ക് നോർമൽ LED ആയിട്ടാണ് കാണുന്നത്. ഈ LED ഫുൾ റണ്ണിങ് ആണ്. ഇനി MGയുടെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ലോഗോ ഗ്ലോയിങ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് താഴെ ഇവിടെ മെയിൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്, LED ഹെഡ്ലൈറ്റാണ്. അതിന് താഴെ ഗ്രില്ലും ഇവിടെ ഒരു ക്രോം ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറ കാണാം. ഇതിനകത്ത് ADAS ഇല്ല, എന്നാലും ഫ്രണ്ട് ക്യാമറ ഉണ്ട്. നമുക്ക് പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ക്യാമറ ഉണ്ട്. പിന്നെ LED ലൈറ്റ്സും അത്യാവശ്യം നല്ല വലുതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാത്തിനും ലൈറ്റ് താഴോട്ട് വരുന്നതാണ് ട്രെൻഡ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നത്, താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ടോയിങ് ഹുക്ക് കാണാം. ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ വിചാരിക്കും ക്യാമറയാണോ? ക്യാമറയല്ല, കാരണം ഇതിനകത്ത് ADAS ഇല്ല. അപ്പോൾ ബോണറ്റ് ഇതാണ്. ബോണറ്റിനകത്ത് എഗെയിൻ ഞാൻ തുറന്ന് കാണിക്കാൻ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മിറേഴ്സാണ്. ഇവിടെ ചെറിയ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലെ വിൻഷീൽഡ് വളരെ ലാർജ് വിൻഷീൽഡ്, അപ്പോൾ നല്ലൊരു സ്പേഷ്യസ് ക്യാബിൻ്റെ ഒരു ഫീൽ കിട്ടും. അതിന് ഇത് ഡോർ ഹാൻഡിൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്ലഷ്ഡ് ആണ്. നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പും XUV 700 കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം അഡീഷണൽ ആക്സസറി ആണെന്ന് തോന്നുന്നു, കാരണം ഇത് നോർമൽ ഇതിൽ കണ്ടിട്ടില്ല. എന്നാലും ഇവിടെയും നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ബാക്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ഫുൾ റണ്ണിങ് ആണ്. അതായത് ബാക്കിൽ നിന്ന് രണ്ട് സൈഡിൽ വരെ ഫുള്ളായിട്ട് റണ്ണിങ് ആണ്. ഇവിടെ MGൻ്റെ ലോഗോ കാണാം, വിൻസർ എന്ന് ബാഡ്ജും കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ റിയർ വൈപ്പർ ഇല്ല എന്നുള്ളതൊരു ഇതാട്ടോ, ഇത് മിസ്സിങ് ആണ്. റിയർ വാഷ് വൈപ്പ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ക്യാമറയ്ക്കാണോ അറിയില്ല, പക്ഷേ ക്യാമറ ഇല്ല. ഇവിടെ 4 പാർക്കിംഗ് സെൻസർ ഉണ്ട്. ഇവിടെ 2 താഴെ 2, അങ്ങനെ 4 പാർക്കിംഗ് സെൻസറാണ്. നമുക്കിവിടെ ഇവിടെ ടെയിലിൻ്റെ അടിയിലും കണ്ട ക്യാമറ ഉണ്ട്, റിയർ ക്യാമറ ഇവിടെ കാണാം. ടെയിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇലക്ട്രിക്കലി പവേർഡ് അല്ല ടെയിൽ ഗേറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യാമറ ഗിയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ബൂട്ടാണ്. 600 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് പറയുന്നത്. ഇതിന് അടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇതിനകത്ത് സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. ഇവിടെ കണ്ടില്ലേ, സ്പെയർ ടയർ എൻ്റെ ഓപ്ഷനകത്ത് വന്നിട്ടില്ല. എന്നാൽ MGൻ്റെ കുറച്ച് കിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിലും സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ ഇവിടെ ബൂട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ. എനിക്ക് റിയറിൽ മിസ്സിംഗ് ആയി തോന്നിയത് റിയർ വാഷ് വൈപ്പ് ഇല്ല ഉള്ളതാണ്. അത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. പിന്നെ ഇവിടെ LED ടെയിൽ ലാംപ്സും റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററുമാണ്. നല്ലൊരു ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ഫ്ലഷ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ടെയിൽ ലൈറ്റ്സ് അങ്ങ് അറ്റം വരെ റണ്ണിങ് ആണ്, ഫുൾ റണ്ണിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ EVൻ്റെ ബാഡ്ജും കാണാം. പിന്നെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു 18 ഇഞ്ച് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് തന്നെയാണ്. എനിക്കൊന്ന് ചൈനയിലെ കാറിലും 18 ഇഞ്ച് തന്നെയാണ്, അതേ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ AC-യും DC-യും കാണാം. ചാർജിങ് സ്പീഡൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. AC-യും DC ഓപ്ഷൻ ഉണ്ട്. നല്ല ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ഇവിടെ ഒരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇത് സ്റ്റാൻഡേർഡ് പാക്കേജ് ആണോ എനിക്കറിയില്ല, ചെക്ക് ചെയ്തിട്ട് പറയാം. കുറേ ക്രോം ഫിനിഷസ് അവിടെയും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം എനിക്ക് തോന്നുന്നു അഡീഷണൽ ഫിറ്റിംഗ് ആണ്. മോറിസ് ഗാരേജിൻ്റെ പേരുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് അഡീഷണൽ ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആക്സസറി ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ ഇവിടെ സൈഡ് മിറേഴ്സ് കണ്ടില്ലേ? സൈഡ് മിറേഴ്സിനകത്ത് ടേൺ ഇൻഡിക്കേറ്ററും ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാമറ സെറ്റപ്പും ഉണ്ട്. നല്ല വൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ അതിലൊന്നും കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. അതേപോലെ റിയർ ഗ്ലാസ് വളരെ സ്പേഷ്യസ് ആണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. അതേപോലെ ക്വാർട്ടർ ഗ്ലാസ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, നല്ല സൈസ് ഉണ്ട്. ആക്ച്വലി 2700 ആണ് ഇതിൻ്റെ വീൽ ബേസ്, വളരെ ലോങ് വീൽ ബേസ്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് വളരെ നല്ലതായിരിക്കും. അതിനൊപ്പം തന്നെ ഇത് അറൗണ്ട് നമ്മൾ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ സൈസ് ഉണ്ട്, ഹ്യുണ്ടായി ക്രെറ്റയുടെയും അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെയൊക്കെ ആ റേഞ്ചിൻ്റെയാണ് സൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല വലിയ സൈസുള്ള കാറാണ്. പക്ഷേ ഒരു ഫസ്റ്റ് നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ കാറായിട്ട് തോന്നാം, കാരണം ക്രോസ് ഓവർ ഫംഗ്ഷനാലിറ്റി ആയതുകൊണ്ട് തന്നെ. എന്നാൽ ഇത് വളരെ ലാർജ് കാറാണ്. എഗെയിൻ നല്ല വീൽ ബേസ് ആണ് വരുന്നിരിക്കുന്നത്. ആ വീൽ ബേസിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഇൻറ്റീരിയർ സ്പേസിലാണ് വരുന്നത്. അപ്പോൾ ആ ഇൻറ്റീരിയർ സ്പേസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി റിയർ സ്പേസ് ഒന്ന് നോക്കാം. റിയർ സ്പേസ് ഞാൻ പറഞ്ഞത് നല്ല സ്പേഷ്യസ് ആണെന്നുള്ളത്. അപ്പോൾ ഡോർസ് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കുഷ്യനിങ് സീറ്റ്സ് ആണ് വരുന്നത്, നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് ആണ്. അതേപോലെ അണ്ടർ തൈ സപ്പോർട്ട് അഡിക്വേറ്റ് ആണ്. പിന്നെ നല്ല സ്പേഷ്യസ് കണ്ടില്ലേ, ഇഷ്ടം പോലെ നീ റൂം, നല്ലൊരു നീ റൂമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, അതിലൊരു സംശയമില്ല. പിന്നെ വളരെ ഫ്ലാറ്റ് ബോട്ടമാണ്, കണ്ടില്ലേ? ബോട്ടം വളരെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണെന്ന് പറയും. പിന്നെ ഇവിടെ നമുക്ക് എയർ വെൻസ് ആണ് വരുന്നത്, റിയർ AC വെൻസ് ആണ്. ഒരു സിംഗിൾ എയർ വെൻ്റേ ഉള്ളൂ, അപ്പോൾ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളാം, 2 പാസഞ്ചേഴ്സും. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കബി ഹോളാണ് കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്ന സീറ്റ്. അപ്പോൾ എനിക്ക് റിയർ പാസഞ്ചേഴ്സിന് നോക്കി നല്ല കംഫർട്ടബിൾ ഫിറ്റാണ്. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നോർമൽ 3 ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, 3 പേർക്കും ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 130 ഡിഗ്രി പ്ലസ് ഇതുണ്ട്, റിക്ലൈൻ ചെയ്യുക എന്നുള്ളതാണ്, ആണല്ലേ? എനിക്കപ്പോൾ ഒരു നല്ലൊരു കംഫർട്ടബിൾ സീറ്റിങ്ങിലിരിക്കും. അപ്പോൾ ലോങ് ഡ്രൈവൊക്കെ പോകുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് 135 ഡിഗ്രി, രണ്ടും 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. പക്ഷെ എന്നാലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് പാനറോമിക് സൺറൂഫ് ആണെന്നുള്ളത്, കണ്ടില്ലേ? ഫുൾ സൈസ് പാനറോമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൺറൂഫ് ആക്ച്വലി കേർട്ടൻ മാത്രമേ ഉള്ളൂ, സൺറൂഫ് ഓപ്പൺ ആവത്തില്ല, കേർട്ടൻ മാത്രമേ ഉള്ളൂ. സൺ കേർട്ടൻ ഉണ്ട്, എന്നാലും നല്ലൊരു സ്പേഷ്യസ് ക്യാബിൻ്റെ ഒരു ഫീൽ കിട്ടും. പിന്നെ ഇവിടേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 2 ക്യാബിൻ ലൈറ്റ് എല്ലാ ഡോറിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയി പോകാം. 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. അതുമാത്രമല്ല എല്ലാവർക്കും ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട്, ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് സീറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ സേഫ്റ്റീൻ്റെ കാര്യത്തിലൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായി വരുന്നുണ്ട് എന്നുള്ളതാണ്. 6 എയർ ബാഗ്സ് എല്ലാ വേരിയൻറ്റിലും, 3 വേരിയൻ്റ് ഉള്ളത്. വേരിയൻറ്റിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. എന്നാലും എയർ ബാഗ്സ് അക്രോസ് ഓൾ വേരിയൻറ്റ്സ് 6 എയർ ബാഗ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ, സേഫ്റ്റി ആസ്പെക്ട് എന്ന് പറയാവുന്നത്. നമ്മൾ കാറിനൊരു വാക്ക് അറൗണ്ട് കണ്ടു. ഇനി നമുക്ക് ഇൻറ്റീരിയർ ക്വാളിറ്റിയും ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. MGൻ്റെ കാർ എന്ന് പറയുമ്പോൾ കണക്റ്റഡ്, ഇൻ്റർനെറ്റ് കണക്റ്റഡ് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്ന കാറാണ്. അതേപോലെ തന്നെ നമുക്ക് MG വിൻസർ EVയും വരുന്നത്. അപ്പോൾ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സ്പെഷ്യാലിറ്റി കാണാം. ഇതിൻ്റെ ഡോർ പാഡും അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽ, ഇതെല്ലാം തന്നെ ഒരു പുതുമ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഡോർ ഹാൻഡിൽ, കണ്ടില്ലേ? തുറക്കാനുള്ള ഹാൻഡിൽ, അതേപോലെ ഗ്രാബ് ഹാൻഡിലും. പിന്നെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ മെറ്റീരിയൽ ക്യാബിൻ ക്വാളിറ്റി ഡെഫിനറ്റ്ലാണ്. ഇവിടെ ഒരു വുഡ് ഫിനിഷ് കാണാം, അതേപോലെ സ്പീക്കറുടെ സൈഡിലുള്ള ആ ഒരു ഫിനിഷ്, അതെല്ലാം വളരെ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇവിടെ 4 വിൻഡോ കൺട്രോൾ ഉണ്ട്, ഡോർ ലോക്ക് ഉണ്ട്. നമുക്ക് ക്യാബിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് കണ്ടില്ലേ എയർ വെൻസ് ഒക്കെ വളരെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് എയർ വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ ഒരു വുഡൻ ഫിനിഷ് ഉണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ബ്രേക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബോണറ്റ് തുറക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്.
ഇനി നമുക്കിത് കാറിൻ്റെ ഇൻറ്റീരിയറിനകത്ത് എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ രണ്ട് സൈഡിലും നമുക്ക് കാണാം ബട്ടൺസ് ഉണ്ട്. ഇത് കോൺഫിഗറേഷൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റിയും ഇതിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. കാരണം മൾട്ടിപ്പിൾ ഫംഗ്ഷൻസാണ് ഈ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ പറയുക AC, അതേപോലെ നമ്മുടെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. AC കൺട്രോൾ ഇതിനകത്ത് വർക്ക് ചെയ്യും. അതേപോലെ മ്യൂസിക് കൺട്രോളാണ് ഇവിടെയാണ്. പിന്നെ ഇതിനകത്തൊരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഗുലർലി പോലെ ഹെഡ്ലൈറ്റ് അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി ഒന്നും ഇവിടെ അല്ല വരുന്നത്. ഇവിടെ വൈപ്പർ ഓപ്ഷനാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ നമുക്ക് ഹൈ ബീം ഇടണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഈ ലിവർ കാണുമ്പോൾ നിങ്ങളായിരിക്കും ഇത് വൈപ്പറിൻ്റെ ആണെന്നതല്ല. ഇത് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാനാണ്. നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിംഗ് അങ്ങനെ 4 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ക്യാബിനകത്ത് നല്ല സ്റ്റിയറിംഗ് ഒക്കെ നല്ല ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. നല്ലൊരു ക്വാളിറ്റി സ്റ്റിയറിംഗ് ആണ്. MGൻ്റെ ബ്രാൻഡിങ് നടുക്കുകയാണ്. ഹോണിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, നല്ല സൗണ്ടുള്ള ഹോണാണ്. പിന്നെ ഈ ഫിനിഷ് ഉണ്ടല്ലേ, നല്ലൊരു ഫിനിഷാണ്, ഡ്യുവൽ ഫിനിഷാണ്. ഇവിടെ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ഗ്രൂവ്സ് കാണാം, AC വെൻസ് കാണാം. ഇതെല്ലാം നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻറ്റീരിയർ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഹാർഡാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെയും കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ ഇവിടെ ലാർജ് ഒരു 15.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പ്രോബ്ലി ലാർജസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇതിലെ ക്യാബിൻ എന്ന് പറയാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ സ്ക്രീൻ കാണാം, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ തന്നെ സ്റ്റോർ ഉണ്ട്. MGൻ്റെ സ്റ്റോറിൽ തന്നെ പോയി ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് കണ്ടില്ല, ലോക്കൽ ഫംഗ്ഷൻസ്, ഇത്രയും ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ കൺട്രോൾ എല്ലാം കാണാം. ഇവിടെ ഡ്രൈവ് മോഡ്സ് അതും കണ്ട്, എക്കോ പ്ലസ്, എക്കോ, നോർമൽ, സ്പോർട്സ് മോഡ്, അതേപോലെ റീജിയൻ ബ്രേക്കിംഗ് ലൈറ്റ്, എന്താ പറയുക, നോർമൽ, ഹെവി, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓപ്ഷൻ അതും ഇവിടെ നമുക്ക് കണ്ടില്ലേ, ലോ ബീം പൊസിഷനിങ്, ഹെഡ്ലൈറ്റ് സെറ്റിങ്സ് എല്ലാം തന്നെ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുക. റിയർ ഫോഗ് ലാംപ്സ് എല്ലാം തന്നെ ഇതിനകത്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, പ്രോബ്ലം എന്ന് പറയുന്നില്ല, നമ്മളൊരു റെഗുലർ കാർ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വരുമ്പോൾ പ്രോബ്ലം വരുന്നത് വെച്ചാൽ എല്ലാ കൺട്രോൾസും നമ്മുടെ ഈ 15.6 ഇഞ്ച് ഡിസ്പ്ലേയിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഹൈ ബീമിൻ്റെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, AC കൺട്രോൾസ് ഇതെല്ലാം തന്നെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഗെറ്റ് യൂസ് ടു ആവാൻ, എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ബട്ടൺസ് ആയി കൊടുത്തിട്ടുള്ളത് AC-ൻ്റെയാണ്. AC-ക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. AC ഓട്ടോമാറ്റിക് ഉണ്ട്. അതേപോലെ എല്ലാ കൺട്രോൾസും നമുക്ക് നല്ല ഫിസിക്കൽ ടാക്ടൈൽ ഫീഡ്ബാക്കുള്ള ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് സെൻട്രൽ കൺസോളും നല്ലതാണ്. ഇവിടെ 3 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, 3 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് ആണ്. വയർലെസ് ചാർജിങ് പാഡ്, ഞാനിപ്പോൾ iPhone ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. 2 ഫോൺ വെക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ തുറക്കുമ്പോൾ നല്ലൊരു ക്യാബിൻ സ്പേസിനകത്ത് ഒരു കബി ഹോൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഇവിടെയൊക്കെ ഫിനിഷ് ഉണ്ട്, നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴോട്ട് വന്നാൽ ഇവിടെ നമുക്ക് ഇവിടെയും ഒരു സ്പേസ് ഉണ്ട്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെ 2 സോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു USB Type-C പോർട്ടും ഇവിടെ ഒരു USB Type-A പോർട്ടുമാണ് വരുന്നത്. ഇതും നല്ലൊരു കബി ഹോളാണ്, അതിനകത്ത് തന്നെ നമുക്ക് അടയ്ക്കാമെന്നുള്ള. അപ്പോൾ ഇൻറ്റീരിയർ ക്വാളിറ്റിയിൽ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അതിലൊരു സംശയമില്ല. കാരണം ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ്, അതേപോലെ ലൈറ്റ്സ് കൺട്രോളും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പോലെ സൺറൂഫ് ഫുള്ളി തുറക്കാൻ പറ്റില്ല, ഗ്ലാസ് തുറക്കാൻ പറ്റില്ല, കേർട്ടൻ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. എഗെയിൻ അതെല്ലാം വോയിസ് കമാൻഡിൽ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. എഗെയിൻ വോയിസ് കമാൻഡ് ഇല്ലാത്ത കാർ ഇപ്പോൾ ഇല്ലല്ലോ, എല്ലാത്തിലും വോയിസ് കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിലും അതേപോലത്തെ വോയിസ് കമാൻഡ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു സ്പേസും ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ഡീപ്പായ ഒരു പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോർ പോക്കറ്റ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈസുള്ള ഡോർ പോക്കറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് കംഫർട്ട് നല്ലതാണ്. ഇലക്ട്രിക്കൽ പവേർഡ് ആണ് സീറ്റ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുമാത്രമല്ല കുഷ്യനിങ് ഉണ്ടല്ലേ, നല്ലൊരു കുഷ്യനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കുഷ്യനിങ് ആണ്. അതേപോലെ തന്നെ നല്ല സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ കിട്ടുന്നുണ്ട്, നല്ലൊരു കുഷ്യനിങ് എഫക്റ്റും കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ പവേർഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് വണ്ടി ഓടിക്കുമ്പോൾ. അതേപോലെ നല്ല ടോൾ ഡ്രൈവിംഗ് പൊസിഷനാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തെ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സുകൾ വളരെ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് റോഡിന് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷും. ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രീമിയം കാറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. എന്നാൽ ഒരു കോംപ്രമൈസും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കാരണം മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും എനിക്കൊരു പ്രോബ്ലി ഒരു കോംപ്രമൈസ് എന്ന് പറയാവുന്നില്ല. ഒരു ഇതെന്ന് പറഞ്ഞാൽ ബട്ടൺസ് കുറവാണെന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഈ സ്ക്രീനിലെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ AC കൺട്രോൾ എവിടെയാണ്, ഇതെല്ലാം തന്നെ സൗണ്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ
കുറച്ച് സമയം എടുത്ത് കണ്ടുപിടിക്കാൻ, എന്നാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഡ്രൈവേഴ്സിന് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ബേസിക് ഓപ്ഷൻസ് കാണാം. ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് കാണാം, നമുക്ക് ഡ്രൈവ് മോഡ് സെറ്റ് ചെയ്യുന്നത് കാണാം. അതേപോലെ ഇവിടെ ഒരു വെഹിക്കിളിൻ്റെ ഇതുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ ഇതിനകത്ത് ADAS ഇല്ലാത്തതുകൊണ്ട് വേറെ ഫംഗ്ഷനാലിറ്റി ഒന്നുമില്ല. ഇവിടെ നമുക്ക് റേഞ്ച് കാണിക്കുന്നുണ്ടല്ലേ, 279 കിലോമീറ്റേഴ്സ്, 88% ബാറ്ററി. കമ്പനി പറയുന്നത് 360 കിലോമീറ്റേഴ്സാണ്. എന്നാൽ ഒരു റിയൽ വേൾഡ് എനിക്ക് തോന്നുന്നു ഒരു 300-310 ആ റേഞ്ച് ആയിരിക്കും കിട്ടുക. നമ്മളിപ്പോൾ ഫുള്ളി ചാർജിന് ഇപ്പോൾ അറൗണ്ട് 30 കിലോമീറ്റേഴ്സോളം ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ നോർമൽ മോഡും കാണാം. അപ്പോൾ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഈ സ്ക്രീനിൽ കാണും. ഇനി നമുക്കിവിടെ എയർ പ്രഷറിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലേ, വേണ്ടില്ലേ, ടയർ പ്രഷർ കാണാം, TPMS ഉണ്ട്, പിന്നെ നമുക്ക് വോൾട്ടേജിന് ഇവിടെ പവർ കണ്ടില്ലേ, ട്രിപ്പ് ഓഡോമീറ്റർ. അതേപോലെ തന്നെ നമ്മൾ റീജൻ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ യൂസേജ് റീജനും അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീഡ് നമുക്കിവിടെ റെഗുലർ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ കാറിൻ്റെ ഡാഷ്ബോർഡിലെ ഈ വലിയ സ്ക്രീനിനെ കുറിച്ച് പറയാം. 16.56 ഇഞ്ച്, അതായത് 15.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിലാണ് എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും വയർലെസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ MGയുടെ ആപ്പ് സ്റ്റോർ കാരണം. ഇനി ഇവിടെ തീം സ്റ്റോർ ഉണ്ട്. തീം സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഒരു 3-4 തീംസ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രോബ്ലി ഭാവിയിൽ ഡൗൺലോഡും ചെയ്യാനുള്ള ഓപ്ഷൻ കാണുമായിരിക്കും. അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് വിശദമായി അറിയില്ല. ഇത്രയാണ് ഇതിനകത്ത് തീം സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ FM റേഡിയോ, AC കൺട്രോൾസ്, ഓൺ ഓഫ്, അതേപോലെ വോളിയം കാണാം. പിന്നെ Jio 7 ബൈ ഡിഫോൾട്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഇവിടുത്തെ കൺട്രോൾസ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആപ്സ് എല്ലാം കാണാം. ലോക്കൽ ഫംഗ്ഷൻസ് ഇല്ല, റേഡിയോ, ബ്ലൂടൂത്ത്, പിന്നെ നമ്മൾ ഫോൾഡർ ഉണ്ട്, അത് USB പെൻ ഡ്രൈവ് കുത്തുകയാണെങ്കിൽ ഫോൾഡർ കാണാം. പിന്നെ ഡിവൈസ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാം ഇതിനകത്ത് MG ആപ്പ് സ്റ്റോറിൽ പോയാൽ നമുക്ക് ഡൗൺലോഡും ചെയ്യാം. ഇത് കണക്റ്റഡ് അല്ല, കാരണം നമുക്ക് ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്യാം. ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ചെയ്താൽ മതി, കണക്ട് ചെയ്യാം. പിന്നെ ജിയോൻ്റെ പല ആപ്സും ഇൻസ്റ്റാൾഡ് ആണ്. ഇനി രണ്ടാമത്തെ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ മ്യൂസിക് കൺട്രോളാണ് വരുന്നത്. രണ്ടാമത്തെ ബട്ടൺ മ്യൂസിക് കൺട്രോളാണ്. അപ്പോൾ ഇത് Jio 7 ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബ്ലൂടൂത്ത് മ്യൂസിക് ഉണ്ട്, USB മ്യൂസിക് ഉണ്ട്, രണ്ടും ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് വരുന്ന Jio 7 പോവാം. പിന്നെ അടുത്ത് നമുക്കുള്ളത് ഹെഡ്ലൈറ്റ് സെറ്റിങ്സ് ആണ്. ലോ ബീം, പൊസിഷനിങ്, ഓൺ ഓഫ്, ലെവലൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഓട്ടോ ആണ്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ അതും സെറ്റ് ചെയ്യാവുന്നത്. പിന്നെ റിയർ ഫോഗ് ലാംപ്സും ഓൺ ആക്കാം. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, Jio 7 സ്ട്രീമിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇത് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിയർ വ്യൂ മിറർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നമുക്ക് സെൻട്രലി AC കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ACൻ്റെ എല്ലാ കൺട്രോൾസും നമുക്ക് ഇവിടെ നിന്നാണ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ബട്ടണിൽ ചേഞ്ച് ചെയ്യാം, എന്നാലും കംപ്ലീറ്റ് ആയ AC കൺട്രോൾസ് കണ്ടില്ല. ഓട്ടോ AC, അതേപോലെ ഏത് സെറ്റിങ്സ് വേണം. പിന്നെ സീറ്റ് വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു കംഫർട്ടബിൾ ഫീച്ചറാണ്. ഡെഫിനറ്റ്ലി നമുക്ക് പറയാം, നമ്മുടെ ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ചൂടൊക്കെ ആകുമ്പോൾ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പോൾ നിർബന്ധമായ ഒരു ഫീച്ചറായിട്ടേ ഞാൻ പറയുള്ളൂ. അത്രയും നല്ല കംഫർട്ട് തരുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. ഇക്കോ പ്ലസ്, ഇക്കോ, നോർമൽ, സ്പോർട്സ് മോഡ്. അപ്പോൾ നോർമലാണ് ഞങ്ങൾ കൂടുതൽ റൺ ചെയ്തത്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാവുന്ന കൂടി. പിന്നെ എനർജി റിക്കവറി, ലൈറ്റ്, നോർമൽ, ഹെവി, അങ്ങനെ ഓപ്ഷൻസ് കാണാം. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഡ്രൈവ് മോഡ്സ്, അതേപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഓട്ടോ ഹോൾഡ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. കംഫർട്ട് പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹെഡ് ലൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫോളോ മീ ഹോം ഉണ്ട്, ഹെഡ് ലൈറ്റ് സെറ്റിങ്സ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും കാണാം നമുക്ക്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, മൂഡ് ലൈറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. നമുക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, ബ്രൈറ്റ്നസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എത്ര ബ്രൈറ്റ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ രാത്രി ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല, എന്താണെങ്കിലും ആംബിയൻ ലൈറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ഉള്ളിലും ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺഷെയ്ഡ് ഇതിനകത്ത് ഫുള്ളി ഓപ്പൺ, ഫുള്ളി ക്ലോസ്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് വിൻഡോ വെൻ ഡോർ ഈസ് ക്ലോസ്ഡ്, വിൻഡോ ചൈൽഡ് ലോക്ക്, ഓട്ടോ വൈപ്പർ, അപ്രോച്ച് അൺലോക്ക്. അതായത് നമ്മൾ കാറിന് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കാറ് അൺലോക്ക് ചെയ്യും. അതേപോലെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് മോഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഈ ബട്ടൺസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാ വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്ത ഫംഗ്ഷൻ ആയിരിക്കും വരിക. പിന്നെ നമുക്ക് ബാക്കി എന്താ പറയുക, വെഹിക്കിൾ സെറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇത്രയും ഓപ്ഷൻസ് വരുന്നത്. സിസ്റ്റം സെറ്റിങ്സിൽ നമുക്ക് എന്താ പറയുക, വോയിസ് കമാൻഡ്സിനുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഇൻഫാക്ട് വോയിസ് കമാൻഡ്സ് അറൗണ്ട് എനിക്ക് തോന്നുന്നു 7 ലാംഗ്വേജ് ഒന്നും ഉണ്ട്. മലയാളമില്ല, തമിഴ്, കന്നഡ, ഹിന്ദി, അങ്ങനെ 5-6 ലാംഗ്വേജ് ഉണ്ട്. മലയാളം അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. MG വോയിസ്. പിന്നെ വേറെ ഓപ്ഷൻസ് നമുക്കിവിടെ
ലോക്ക് ചെയ്യാൻ, അതായത് ഇപ്പോൾ എല്ലാ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൺട്രോൾസും, കാറിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ കൺട്രോൾസും ഇവിടുന്നാണ് നമ്മൾ ആക്സസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 15.6 ഇഞ്ച് ഡിസ്പ്ലേ നിന്നാണ് എല്ലാം ആക്സസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യാം. ഇവിടെ പറഞ്ഞില്ലേ ക്വിക്ക് കൺട്രോൾസ് ആണ്. വിൻഡോ ലോക്ക്, നമ്മുടെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ഫോൾഡ് ചെയ്യാനുള്ളത്, ഓട്ടോ ഹോൾഡ്, വൈഫൈ സെറ്റിംഗ്സ്, വെഹിക്കിൾ സെറ്റിംഗ്സ്. പിന്നെ നമുക്കിത് ഉണ്ടല്ലേ, ഇവിടെ നമുക്കിപ്പോൾ 100% ഓപ്പൺ ആണ് ഉണ്ടല്ലേ. ഞാൻ ഫുള്ളായി കഴിഞ്ഞാൽ, ഇതിവിടെ ഫുള്ളായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരും. അതുകൊണ്ടല്ലേ സൺഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവണം കാണാം. അപ്പോൾ എനിക്ക് എത്ര വേണം അതിനനുസരിച്ച് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 40% മതി, 50% മതിയെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. അതും നല്ലൊരു ഫംഗ്ഷനാലിറ്റി എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ബേസിക് കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. എഗെയിൻ ഇത് സ്വൈപ്പ്, മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് മുകളിൽ തന്നെ സ്വൈപ്പ് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ കൺട്രോൾസ് പറയാവുന്നത്. എല്ലാ കൺട്രോൾസും ഇവിടെ തന്നെ ബേസിക്കലി ഇൻക്ലൂഡഡ് ആണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ സ്ക്രീൻ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, നല്ല വൈബ്രൻറ്റും കളർഫുള്ളും ആണ്. പിന്നെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ എഗെയിൻ ഇതൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്കും അറിയില്ല. കാരണം അത് ഒരുപാട് ഓടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ ഉണ്ട് നമ്മളില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയുണ്ട്, റിയർ ക്യാമറയുണ്ട്, 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഉണ്ടല്ലേ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സൈഡാണ് വേണ്ടതെന്നുള്ള 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതും അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയാണെന്ന് പറയാം, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ക്യാമറേൻ്റെ ബാക്കി ഇതുണ്ട്, പാർക്കിംഗ് അസിസ്റ്റൻ്റ്. അപ്പോൾ അതും ഇവിടെ ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ഇതിനകത്ത് ക്യാമറയിൽ നമുക്ക് ടേൺ ഇൻ ചെയ്യുമ്പോഴുള്ള ആ ഒരു വ്യൂവും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് വല്ല വണ്ടി വരുന്നതൊക്കെ കാണാൻ സാധിക്കും. എന്നാലും ഇതിലൊരു എഗെയിൻ ഒരു മിസ്സിങ് ഫീച്ചർ എന്ന് അറിയാവുന്നത് ADAS ഇല്ല എന്നുള്ളതാണ്. ADAS വേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയണതെന്ന് വെച്ചാൽ ADASും കൂടെ വരുമ്പോൾ പ്രൈസ് വീണ്ടും കൂടും. അപ്പോൾ ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റായ ഇന്ത്യയിൽ അവർ എക്സ്പീരിമെൻറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വില കുറച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രാൻഡ് സാധാരണ ഒരു EVനേക്കാളും വില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ADAS ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ വാദം. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ഇൻഫിനിറ്റിൻ്റെയാണ്. 4 സ്പീക്കേഴ്സ്, 4 ട്വീറ്റേഴ്സ്, ഒരു സബ് വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 9 സ്പീക്കർ സിസ്റ്റമാണ്. സ്പീക്കർ സിസ്റ്റം നല്ലതാണ്. ഞാൻ ആക്ച്വലി പ്ലേ ചെയ്ത് നോക്കി, നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ പരിചയപ്പെടുത്തി. ഇനി നമുക്കിതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു സിംഗിൾ മോട്ടറാണ്, 136 PS പവറാണ് വരുന്നത്, 200 Nm ടോർക്കാണ് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു EV ഓടിക്കുമ്പോൾ ഭയങ്കര സർജ് ഓഫ് പവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതിൽ അത്രയ്ക്കൊരു സർജ് ഓഫ് പവർ ഇല്ല, എന്നാലും വളരെ സ്മൂത്തായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല രീതിയിൽ പവർ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ആണെങ്കിൽ വളരെ ലൈറ്റാണ്. അപ്പോൾ കൊണ്ട് നടക്കാനൊക്കെ ഈസിയാണ്. ടൗണിലൊക്കെ ആണെങ്കിലും ഹൈവേയിലൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ നല്ല ഈസിയാണ്. അപ്പോൾ റൈഡ് കംഫർട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നി. സസ്പെൻഷൻ വളരെ സോഫ്റ്റും അല്ല, എന്നാൽ വളരെ ഫേമും അല്ലായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ കംപ്ലീറ്റ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സിലും ടെസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഇനീഷ്യൽ ഫീഡ്ബാക്കിൽ സസ്പെൻഷനും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല റൈഡ് കംഫർട്ടും ഉണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് സിറ്റി ട്രാഫിക്കിനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ഫീൽ ഉണ്ട്. പിന്നെ റൈറ്റ് പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീറ്റിൻ്റെ പൊസിഷൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് എനിക്ക് സീറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഓടിക്കാനുള്ള ഒരു കംഫർട്ട് ഡെഫിനറ്റ്ലി നല്ലതാണ്. പിന്നെ ഈ 16 ഇഞ്ചിൻ്റെ അടുത്തുള്ള സ്ക്രീൻ ചെറിയ രീതിയിലൊന്ന് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും അതൊരു വലിയൊരു ഹിൻഡറൻസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അഗെയിൻ അത് ഗെറ്റ് യൂസ് ടു ആകാൻ കുറച്ച് ടൈം എടുക്കും. കാരണം കൺട്രോൾസ് എല്ലാം അതിൽ മാനേജ് ചെയ്യാന്നുള്ള എളുപ്പമല്ല. ഇനി ഇതിനകത്ത് 38 kW ബാറ്ററിയാണ് വരുന്നത്. ഇത് CCS2 ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ചാർജിങ് അറൗണ്ട് 0 to 100% 3.3 kW 13.8 hours ആണ് പറയുന്നത്. എന്നാൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് 0 to 80% 50 kW വെറും 55 മിനിറ്റിൽ ചാർജ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതും ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. മാക്സിമം ചാർജിങ് കേപ്പബിലിറ്റി 45 kWh ആണ്. പിന്നെ റേഞ്ച് സിംഗിൾ ചാർജിൽ അറൗണ്ട് 320 kilometers ഒക്കെ ഓൺ ആവറേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതിൽ പറയുന്ന റേഞ്ച്. എഗെയിൻ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് അനുസരിച്ചിരിക്കുമല്ലോ റേഞ്ച് മാറുന്നത്. അപ്പോൾ ഡ്രൈവ് കംഫർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. യൂസ് ചെയ്യാനൊക്കെ നല്ല ഒരു അത്യാവശ്യം നല്ല സർജ് ഓഫ് പവർ ഉണ്ട്. പിന്നെ റൈഡ് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ പോർട്ട് ഹോൾസിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് തരുന്നുണ്ട്. റിയർ സീറ്റ് കംഫർട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഷോഫർ ഡ്രിവൺ കാർസ് ആണെങ്കിൽ നമുക്ക് ബാക്കിലിരുന്ന് നല്ല ഒരു കംഫർട്ടബിൾ ഫീൽ കിട്ടുന്നില്ല. കാരണം ആ സീറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ 135 ഡിഗ്രിയിൽ സ്ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫർട്ട് ഡെഫിനറ്റ്ലി നല്ലതാണ് നമുക്ക് പറയാം. ടയറാണ് 215/60 R18 ആണ്, അതായത് 18 ഇഞ്ച് വീൽസ് ആണ്. എനിക്കൊന്ന് താഴെ ലോ എൻഡ് വേരിയൻറ്റിൽ 17 ഇഞ്ച് വീൽസ് ആണ്. 3 വേരിയൻ്റ് ആണ് ആക്ച്വലി ഉള്ളത്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ്, അങ്ങനെ 3 വേരിയൻ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എഗെയിൻ പ്രൈസിംഗ് ഒന്നും ഫുള്ളായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. 9.99 lakhs സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് അത് ബേസ് വേരിയൻറ്റിൻ്റെ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസിങ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം. വില വരുന്നത് 9.99 lakhs ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എന്നാൽ അതിലൊരു സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മുകളിൽ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ബാറ്ററീൻ്റെ പ്രൈസിങ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കാറ് വിൽക്കും പക്ഷേ ബാറ്ററീൻ്റെ പ്രൈസിങ് ഇല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണെങ്കിൽ ഇതിനകത്ത് ബാറ്ററിക്ക് 3.5 രൂപ 1 കിലോമീറ്റർ ഓടാനാണ് അവർ പറയുന്നത്. ബാറ്ററീൻ്റെ കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ 10 ലക്ഷത്തിന് കാർ എടുത്തു, പിന്നെ 3-4 പാക്കേജ് നമ്മുടെ യൂസേജിനനുസരിച്ചാണ് പാക്കേജ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 1500 കിലോമീറ്റർ ആണ് ഓടുന്നുണ്ടെങ്കിൽ ഒരു മാസം എന്നുണ്ടെങ്കിൽ നമുക്ക് 1500 രൂപേൻ്റെ 1500 കിലോമീറ്ററിൻ്റെ പാക്കേജ് എടുക്കാം. അപ്പോൾ അതിനകത്ത് 3.5 രൂപയാണ് പെർ കിലോമീറ്ററിന് വരുന്നത്. അതായത് നമ്മൾ 1500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4000-5000 രൂപ അഡീഷണൽ പെർ മന്ത് വരുന്നു. പിന്നെ നമ്മൾ അതിനേക്കാൾ അഡീഷണൽ ഓടുകയാണെങ്കിൽ പെർ കിലോമീറ്റർ അഗെയിൻ 3.5 വെച്ച് കൊടുത്താൽ മതി. അതാണ് എൻ്റെ. അപ്പോൾ നമ്മൾ ഓൺ ആവറേജ് നമ്മളൊരു 1500 കിലോമീറ്റർ ഓടുന്നവരാണെങ്കിൽ ഇൻക്ലൂഡിങ് ചാർജിങ് പൈസയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു 5000-6000 രൂപ മാസം വരും. 1500 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ പെർ മന്ത് റണ്ണിങ് കോസ്റ്റ് വരും. അതായത് അത് ഇലക്ട്രിസിറ്റീൻ്റെ കോസ്റ്റും ഇതിൻ്റെ ബാറ്ററീൻ്റെ കോസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 6000 രൂപ കൂട്ടാം, ഒരു 1500 രൂപ ഓടുന്നത്. അപ്പോൾ ഇതൊരു അഡീഷണൽ കോസ്റ്റാണ്. അപ്പോൾ ഇത് ഫൈനാൻസ് വഴിയാണ് എടുക്കണമെങ്കിൽ ആ ഫൈനാൻസിനകത്ത് 2 EMI ആയിട്ടാണ് ഇത് വരിക. ഇത് കുറച്ച് ആക്ച്വലി കോംപ്ലക്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡീറ്റെയിൽസ് കിട്ടിയാലേ എനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ 9.99 lakhs ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോഴും അത് കാറിൻ്റെ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, ബാറ്ററീൻ്റെ കോസ്റ്റ് വരുന്നില്ല. ഇനി ഫുൾ ഓപ്ഷൻ്റെ ബാറ്ററി കോസ്റ്റുള്ള പ്രൈസും ഉണ്ട്, അത് അനൗൺസ് ചെയ്തില്ല. പ്രോബ്ലി അതൊരു 15 to 20 lakhs വരുമെന്ന് എനിക്ക് തോന്നുന്നു ആ കാസ്റ്റ്. അപ്പോൾ ഇതെന്തോ MG ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു EV മേടിച്ചു, 20 ലക്ഷം രൂപയ്ക്ക് EV മേടിച്ചു, എന്നാൽ നമ്മൾ അത്ര ഓടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫുൾ ബാറ്ററീൻ്റെ കോസ്റ്റ് നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് MG പറയുന്നത് നിങ്ങൾ ഓടുന്നതിനനുസരിച്ച് ബാറ്ററിക്ക് കോസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഒട്ടും ഓടാത്തവരാണെങ്കിൽ മിനിമം എത്ര ഓടുന്ന അതിനനുസരിച്ച് ബാറ്ററീൻ്റെ കോസ്റ്റ് കൊടുത്താൽ. അപ്പോൾ റണ്ണിങ് കോസ്റ്റ് കുറയുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും എന്നുള്ളതാണ് MGൻ്റെ അവകാശം. അപ്പോൾ എഗെയിൻ ഇത് എത്ര സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ഇത് ഈ കാറിലാണ് ആദ്യം വരുന്നത്. MG പറയുന്നത് ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള കാർസിലേക്കും MGൻ്റെ ബാക്കിയുള്ള കോമറ്റിലും ZS EVയിലൊക്കെ കൊണ്ടുവരാമെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു കൺഫ്യൂസിങ് ആയി തോന്നി. കാരണം ഇനീഷ്യലി നമ്മൾ ഏത് പാക്കേജ് എടുക്കണം നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ യൂസേജ് പാറ്റേൺ വെച്ച് മാറിയിരിക്കും. ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ 1500 പാക്ക് എടുത്തു, അത് കഴിഞ്ഞ് നമുക്ക് കുറേയും കൂടി ഓർഡർ എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ബൈബാക്ക് ഗ്യാരണ്ടി അറൗണ്ട് 60% ഓഫ് കോസ്റ്റ് കിട്ടും 3 years കഴിഞ്ഞ് വിൽക്കുമ്പോൾ. പിന്നെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇനീഷ്യൽ കസ്റ്റമേഴ്സിന്. അതിൻ്റെയും ഡീറ്റെയിൽ ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് MG പറയുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഓവറോൾ എനിക്ക് പാക്കേജ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ റെഗുലർലി കാണാത്ത ഒരു ഇതാണ് ബാറ്ററീൻ്റെ കാറുകളിൽ പ്രത്യേകിച്ച് ബാറ്ററീൻ്റെ പൈസ നമ്മൾ പിന്നീട് ഉപയോഗിക്കും തോറും കൊടുക്കുന്നു എന്നുള്ളതൊരു പുതിയ കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് പ്രൈസിങ് ഡീറ്റെയിൽസ് വരുന്നത്. അത് നേരത്തെ പറഞ്ഞ 3 വേരിയൻ്റ് ആണുള്ളത്. 3 വേരിയൻ്റ് ബ്രേക്ക് ഡൗൺ പ്രൈസിങ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 9.99 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അഗെയിൻ ഈ മോഡലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ബാറ്ററി ആസ് എ സർവീസ്, ബാസ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിലെ ബാസ് അല്ല, BAAS എന്നാണ് പറയുന്നത്. ബാറ്ററി ആസ് എ സർവീസ് എന്നാണ് ഇതിൻ്റെ ക്ലെയിം. അപ്പം അഗെയിൻ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഡ്രൈവ് എക്സ്പീരിയൻസ്. ഡ്രൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്മൂത്ത് റൈഡാണ്. ഭയങ്കര ഒരു സർജ് ഓഫ് പവർ ഇല്ല. EVയിൽ നമ്മൾ ഒരുവിധ EVയിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു വളരെ സർജ് ഓഫ് പവർ ഇല്ല. എന്നാലും നല്ല ലീനിയർ ആയിട്ടാണ് പവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ പവർ ലാക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ്. റൈഡ് കംഫർട്ടും ക്വാളിറ്റിയും ഒക്കെ തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഫുൾ പ്രൈസിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 9.99 lakhs വിത്ത് ബാറ്ററി ആസ് എ സർവീസ് ആയിരുന്നു. എന്നാൽ ഫുൾ പ്രൈസിങ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സ്ഷോറൂം പ്രൈസിങ് ഇതാണ്. ഈ പ്രൈസിങ്ങിൽ വാങ്ങുകയാണെങ്കിൽ വേറെ ഒരു കോസ്റ്റും വരുന്നില്ല. ഇത് ഫുൾ പ്രൈസിംഗ് ആണ്. എക്സ്ഷോറൂം 13.49 lakhs എന്നാണ്. എക്സൈറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് തുടങ്ങുന്നത്. എക്സ്ക്ലൂസീവ് എസെൻസ് ആണ് ഒബ്വിയസ്ലി ഫുൾ വേരിയന്റ്. അത് 15.49
ലക്ഷമാണ് എക്സ് ഷോറൂം പ്രൈസിങ് വരുന്നത്. ആക്ച്വലി പ്രൈസിങ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് നെക്സോൺ ഇ വി ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് റൈവൽ എന്ന് പറയുന്നത് നെക്സോൺ ഇ വി ആണ്. നെക്സോൺ ഇ വി ഒരു SUV സ്റ്റൈലിഷ് ആണെങ്കിൽ ഇത് വളരെ സ്പേസും കംഫർട്ടിലുമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ക്യാബിനാണ്. അതേപോലെ തന്നെ ബാക്ക് സീറ്റ് കംഫർട്ടും വളരെ സ്പേഷ്യസ് ആണ്. അപ്പോൾ സ്പേസ് ആൻഡ് ലക്ഷറിക്കാണ് കുറേ കൂടെ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇ വി ആയിട്ട് എനിക്ക് തോന്നി. പൊട്ടൻഷ്യൽ ബയേഴ്സിന്, EV ബയേഴ്സിനൊക്കെ തന്നെ നല്ലൊരു റേഞ്ചും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചും ഉണ്ട്. ഒരു 300 കിലോമീറ്റർ ഒക്കെ റേഞ്ച് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു. എഗെയിൻ നമ്മൾ ലോങ് ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എക്സാക്ട് ഫിഗേഴ്സ് എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവിൽ ചെയ്തപ്പോൾ വന്ന ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് നമ്മൾ പറയുന്നത്. എന്താണെങ്കിലും ഒരു പുതിയ EV വന്നിട്ടുണ്ട് മാർക്കറ്റിൽ, MG വിൻസർ EV. എഗെയിൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. MG വൺ ഓഫ് ദ എന്താ പറയുക ഫസ്റ്റ് ഇൻ ഇന്ത്യ, വൺ ഓഫ് ദ ഫസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ, വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് EV എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നി. നല്ലൊരു ലക്ഷറീസ് ക്യാബിനും അങ്ങനത്തെ എല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയൊന്നും കാര്യമായി ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു പാക്കേജും പ്രത്യേകിച്ച് പ്രൈസിങ്ങും നല്ലതായിട്ട് എനിക്ക് തോന്നി. അതായത് ഫുള്ളി ലോഡഡ് പാക്കേജ് 15.49 lakhs എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഞാനൊരു ഡീറ്റെയിൽ ഇത്രയും ലെങ്തി ഒരു കാർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസും കാർ വീഡിയോസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.